വെൽക്കം ടു അവോദ ഫ്രീ ലേണിംഗ് പ്ലാറ്റ്ഫോം. ഇപ്പൊ നമ്മൾ എത്ര ദിവസമായിട്ട് നമ്മൾ ഒരു ചാപ്റ്റർ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? കെമിസ്ട്രിയിലെ +1 കെമിസ്ട്രിയിലെ ചാപ്റ്റർ 2 ആയിട്ടുള്ള എന്താണ് സ്ട്രക്ചർ ഓഫ് ആറ്റം. ഒരു ആറ്റത്തിന്റെ സ്ട്രക്ചർ എങ്ങനെയൊക്കെയാണ് വരുന്നതെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ 2 സെക്ഷൻസിൽ ഇതിനു മുന്നേ നമ്മൾ കണ്ടുതരുന്നല്ലേ. അപ്പോ അതിന്റെ ബാലൻസ് ആയിട്ട് അപ്പോൾ ഈ ഒരു സെക്ഷനോടുകൂടി നമ്മൾ ആ ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇത്രയും നമ്മൾ എന്താണ് 3 സെക്ഷൻ വഴിയാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ചത്. അപ്പൊ നമ്മൾ ഒരുമിച്ചിരുന്ന് പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തെങ്കിലും ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചോദിക്കാം. ഇത് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ചാപ്റ്റർ ബാക്കി സെക്ഷൻസിലേക്ക് പോവാം അല്ലെ. അപ്പൊ അതിനു മുന്നേ നമ്മൾ ഇത്രയും നേരം അല്ലെങ്കിൽ 2 സെക്ഷൻസിലായിട്ട് എന്തൊക്കെ കാര്യങ്ങളായിരുന്നു മക്കളെ നമ്മൾ പഠിച്ചിരുന്നത്? എന്തൊക്കെയായിരുന്നു? വേഗം ഒന്ന് ഓർത്തെടുത്തേ. നമ്മൾ ആറ്റം മോഡൽസിനെ പറ്റി പറഞ്ഞല്ലേ, വിവിധ തരത്തിലുള്ള ആറ്റം മോഡൽസ് ഏതൊക്കെയാന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് തോംസന്റെ പ്ലം പുഡിംഗ് മോഡൽ ഏതാന്ന് പറഞ്ഞു. അതേപോലെ ബോർ മോഡലിനെ പറ്റി പറഞ്ഞു. റുദർഫോർഡിന്റെ ന്യൂക്ലിയർ മോഡലിനെ പറ്റി പറഞ്ഞു. അതിന്റെ കുറെ ഡ്രോബാക്സും മെറിറ്റ്സും എല്ലാം നമ്മൾ പറഞ്ഞു അല്ലെ. പിന്നെന്തായിരുന്നു, പ്ലാങ്ക്സിന്റെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തു. അത് വെച്ചിട്ട് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തു. പിന്നെ ഹൈഡ്രജന്റെ സ്പെക്ട്രം എങ്ങനെയാണ്, സ്പെക്ട്രൽ സീരീസ് ഓഫ് ഹൈഡ്രജൻ നമ്മൾ പറഞ്ഞു. അതിന്റെ ചെറിയ എക്സ്പെരിമെന്റ് അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചതെന്നും ഓരോരോ റീജിയൻസിലെ അത് അൾട്രാ വയലറ്റിലാവാം, വിസിബിളിലാവാം, അതേപോലെ ഇൻഫ്രാറെഡിലാവാം. അപ്പോൾ ഓരോ റീജിയണില് ഏതൊക്കെ സ്പെക്ട്രൽ ലൈൻസ് ആണ് നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളതും അതെങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്നുള്ളതും അത് വെച്ചിട്ട് നമ്മൾ റിഡ്ബർഗ് എന്ത് ചെയ്തു, ഒരു ഇക്വേഷൻ കൊണ്ടുവന്നു അല്ലെ. ഓരോ സ്പെക്ട്രൽ ലൈൻസിൽ അല്ലെങ്കിൽ ഓരോ സ്പെക്ട്രൽ റീജിയണില് നമ്മുടെ ലൈറ്റ് കാണിക്കുന്ന വേവ് ലെങ്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് റിഡ്ബർഗ് എന്ത് ചെയ്തു, ഒരു ഇക്വേഷൻ സോർട്ട് ചെയ്തെടുത്ത് അത് വെച്ചിട്ട് നമ്മൾ 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു. ഓർമ്മയുണ്ടല്ലോ? ഇല്ലെങ്കിൽ നമ്മൾ ഒന്ന് റിവൈൻഡ് ചെയ്തെടുക്കുക, പഴയ സെക്ഷൻസ് ഒക്കെ പോയി നോക്കാം. നമ്മൾ ഇന്ന് പുതിയൊരു സെക്ഷനിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ആ സെക്ഷൻസിലേക്ക് പോവാം അല്ലെ. ഇപ്പൊ റെഡി അല്ലേ? നോക്കിക്കേ മക്കളെ, ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ. മിക്സ് അടുത്തൊരു മോഡലായിട്ട് വന്നിരിക്കുന്നത് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ. ഈ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റത്തിന് 2 കാര്യങ്ങളെയാണ് എന്ത് ചെയ്യുന്നത്, ഡിഫൈൻ ചെയ്യുന്നത്. 2 കാര്യങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് നമ്മുടെ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ പോയിക്കൊണ്ടിരിക്കുന്നത്. നോക്കിക്കേ, ക്വാണ്ടം മെക്കാനിക്കൽ മോഡലില് ഒന്നെന്ന് പറയുന്നത് എന്തിനെ റിലേറ്റ് ചെയ്തിട്ടാണ് നോക്കിക്കേ, ഡ്യുവൽ ബിഹേവിയർ ഓഫ് മാറ്റർ. നമ്മളത് ഓൾറെഡി പഠിച്ചതാണ്. ഡ്യുവൽ ബിഹേവിയർ ഓഫ് മാറ്റർ എന്താന്ന് അതും നമ്മളിവിടെ ഒന്നും കൂടി പറയുന്നുണ്ട്. പിന്നെ ഒരു പുതിയൊരു കാര്യമാണ് ഹൈസൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. അപ്പോൾ ഹൈസൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളും ഒരു ഡ്യുവൽ ബിഹേവിയർ ഓഫ് ദി മാറ്ററും ഈ 2 കാര്യങ്ങളെ സംബന്ധിച്ചാണ് നമ്മുടെ പുതിയൊരു മോഡൽ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ എന്ന് പറയുന്ന മോഡൽ വന്നിരിക്കുന്നത്. അപ്പോ എന്താണ് ഡ്യുവൽ ബിഹേവിയർ എന്ന് പറഞ്ഞില്ലായിരുന്നു നമ്മള്? അതായത് മോഷനിലിരിക്കുന്ന ഒരു വസ്തു, ഒരു പാർട്ടിക്കിൾ അല്ലെങ്കിൽ മെറ്റീരിയലിന്, ലൈറ്റ് ആയിക്കോട്ടെ, ഇലക്ട്രോണോ പ്രോട്ടോണോ ആയിക്കോട്ടെ, അത് മോഷനിലിരിക്കുന്ന ഒരു മെറ്റീരിയലിന് എന്ത് നേച്ചർ കാണിക്കാൻ പറ്റും, 2 സ്വഭാവം കാണിക്കാൻ പറ്റും എന്നുള്ള പഠിച്ചത്. എന്തൊക്കെയായിരുന്നു 2 സ്വഭാവം? പാർട്ടിക്കിൾ നേച്ചറും കാണിക്കാൻ പറ്റും, പിന്നെന്താണ്, വേവ് നേച്ചറും കാണിക്കാൻ പറ്റും അല്ലെ. അപ്പോൾ പാർട്ടിക്കിൾ നേച്ചറും വേവ് നേച്ചറും കാണിക്കാൻ പറ്റുന്ന, അതായത് 2 സ്വഭാവത്തിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന, അത് മോഷനിലിരിക്കുന്ന ഒരു വസ്തുവിന് ആ 2 സ്വഭാവം കാണിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ബിഹേവിയറിനെയാണ് ഡ്യുവൽ ബിഹേവിയർ എന്ന് വിളിക്കുന്നത് അല്ലെ. ഇപ്പൊ ഡ്യുവൽ ബിഹേവിയർ എന്താ നോക്കിക്കേ, മെറ്റീരിയൽ പാർട്ടിക്കിൾ ഇൻ മോഷൻ പോസസ് എന്താണ്, വേവ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഇൻ അഡീഷൻ വിത്ത് പാർട്ടിക്കിൾ പ്രോപ്പർട്ടി. എന്താണ്, പാർട്ടിക്കിൾ പ്രോപ്പർട്ടിയുടെ കൂടെ വേവിന്റെ ക്യാരക്ടറിസ്റ്റിക്സും കൂടി ആർക്ക് കാണിക്കാൻ പറ്റും, മോഷനിലിരിക്കുന്ന ഒരു വസ്തുവിനെ കാണിക്കാൻ പറ്റും. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ പ്ലാങ്കിന്റെ കോൺസ്റ്റന്റ് വെച്ചിട്ട് നമ്മൾ ഒരു ഇക്വേഷൻ എടുത്തില്ലായിരുന്നോ? അതെന്തായിരുന്നു? ഒന്ന് വേഗം ഒന്ന് ഓർത്ത് നോക്കിക്കേ. അതെന്തിനായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്? നമ്മുടെ വേവ് ലെങ്തിനെ അല്ലേ. വേവ് ലെങ്തിനെ നമ്മൾ എങ്ങനെയായിരുന്നു റിപ്രസെന്റ് ചെയ്യുന്നത്? വേവ് ലെങ്തിനെ എങ്ങനെ റിപ്രസെന്റ് ചെയ്യാ? ലാംഡ ഈക്വൽ ടു h/mv എന്നല്ലായിരുന്നോ പറഞ്ഞിരുന്നേ? ലാംഡ ഈക്വൽ ടു h/mv. നമുക്ക് ഒരു ഇക്വേഷൻ അറിയാം, p ഈക്വൽ ടു mv ആണെന്ന് അറിയാം. p എന്ന് പറഞ്ഞാൽ എന്താ? ആംഗുലാർ മൊമെന്റം. ഒരു പാർട്ടിക്കിളിന്റെ ആംഗുലാർ മൊമെന്റം ആണ് p. അത് ഈസ് ഈക്വൽ ടു എന്താണ്? മാസ് ഇൻറ്റു വെലോസിറ്റി ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ലാംഡയുടെ വേറൊരു ഇക്വേഷനും കൂടി ആയില്ലേ. ഇപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താ തന്നിരിക്കുന്നത്? ഇപ്പൊ മൊമെന്റം ആണ് തന്നിരിക്കുന്നതെങ്കിൽ അതിനകത്തിൽ നിന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വേവ് നേച്ചർ അല്ലെങ്കിൽ വേവ് ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഡിവൈഡിങ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് വിത്ത് ആംഗുലാർ മൊമെന്റം. എളുപ്പമല്ലേ? ഇനി ഇതിന് മിസ് എനർജീന്റെ ടേംസിൽ ഒന്ന് പറയുകയാണെ. എന്താണ് എനർജീന്റെ ടേംസിൽ പറയുമ്പോഴത്തേക്കും ഈസ് ഈക്വൽ ടു hc/ലാംഡ എന്നൊരു ഇക്വേഷൻ ഉണ്ട്. hc/ലാംഡ ഇത് ഓർത്ത് വെക്കുക. ഈ നമ്മുടെ ഐൻസ്റ്റീൻ ഒരു ഇക്വേഷൻ ഇല്ലേ മക്കളെ? എന്താണ് ഐൻസ്റ്റീൻ ഒരു ഇക്വേഷൻ? എനർജിയുടെ ടേംസിൽ ഐൻസ്റ്റീന്റെ ഇക്വേഷൻ എങ്ങനെ പറയുന്നത്? E ഈക്വൽ ടു എന്താണ്? mc². ഓർക്കുന്നുണ്ടോ? ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, കുറെ സിനിമകളിലെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആറ്റം ബോംബിന്റെ തിയറിയിലൊക്കെ പറയുന്നുണ്ടാവും. E ഈക്വൽ ടു എന്താണ്? mc² ആണല്ലേ.
അപ്പോ നമുക്കും ഇവിടെ ഒരു ഇ ഉണ്ട്, ഇവിടെ ഒരാളില്ലേ ഇന്റെ പൊസിഷനിലേക്ക് എന്തിട്ട് കൊടുക്കാം, ഈ mc² ഇട്ട് കൊടുക്കാം അല്ലെ. അപ്പൊ അതെ നോക്കിക്കേ, അതിന് നമുക്ക് ലാംഡയുടെ ടേംസിലേക്കാണ് മിസ് എഴുതുന്നത് കേട്ടോ. അപ്പൊ ലാംഡ ഈക്വൽ ടു എന്താണ്, hc/, ഇനെ നമ്മൾ ഡിനോമിനേറ്റർ ആക്കി മാറ്റാണ്. അപ്പൊ mc² ആയി. ഇന് പകരം മിസ് എന്ത് എഴുതി കൊടുത്തേക്കുന്നേ, mc² അല്ലേ. അപ്പൊ ഈ ഒരു സിയും ഈ ഒരു സ്ക്വയറും കട്ട് ചെയ്ത് കളഞ്ഞൂടെ, ഓരോ സി രണ്ട് മോളിയും താഴത്തൊന്നും കട്ട് ചെയ്ത് കളഞ്ഞൂടെ. അപ്പൊ ലാംഡന്റെ വാല്യൂ എന്ത് കിട്ടി, h/mc എന്ന് കിട്ടി അല്ലേ, h/mc. അപ്പൊ ലാംഡക്ക് എത്ര ഇക്വേഷൻ ആയി നോക്കിക്കേ, ലാംഡ ഈക്വൽ ടു h/mv ഉണ്ട്, ലാംഡ ഈക്വൽ ടു h/p ഉണ്ട്, ലാംഡ ഈക്വൽ ടു h/mc. ഇതെന്തിന്റെ ടേംസിലാ പറയുന്നത്, എനർജീന്റെ ടേംസിലാണ് അല്ലെ. അപ്പൊ എനർജീന്റെ ടേംസിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റി, ലാംഡ വേവ് ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റി അല്ലെ. അപ്പൊ ഡുവൽ ബിഹേവിയർ വെച്ചിട്ട് നമ്മൾ ലാംഡ വേവ് ലെങ്ത് കണ്ടുപിടിക്കുന്ന ഒരു ഇക്വേഷൻ ആണ് നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തിരിക്കുന്നത്. ഓക്കെ ആണല്ലോ മക്കളെ. അപ്പോ നമുക്ക് ഇനി അടുത്തൊരു കാര്യം കൂടി ഉണ്ടായിരുന്നില്ലേ നമ്മുടെ ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിനെ അഫക്ട് ചെയ്യുന്നത്, എന്തായിരുന്നു, ഹൈസൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അല്ലേ. എന്താ നോക്കിക്കുക ഹൈസൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, ഈ സ്റ്റേറ്റ്മെന്റ് അതുപോലെ തന്നെ പഠിക്കുക. ഈ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് നോക്കിക്കേ, ഇറ്റ് ഈസ് not possible to determine simultaneously and accurately both position and momentum of a particle. ഒരു പാർട്ടിക്കിളിന്റെ ആക്യുറേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ സൈമൾട്ടേനിയസ്ലി ആയിട്ടോ എന്താണ് അതിന്റെ കറക്റ്റ് എക്സാക്ട് പൊസിഷനും മൊമെന്റവും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മുടെ ഹൈസൻബർഗ് പറയുന്നത്. അപ്പൊ ഇറ്റ് ഈസ് നോട്ട് പോസിബിളേ അല്ല ടു ഡിറ്റർമൈൻ simultaneously and accurately both position and momentum of a പാർട്ടിക്കിൾ. ഒരു പാർട്ടിക്കിളിന്റെ പൊസിഷൻ അല്ലെങ്കിൽ മൊമെന്റം രണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റില്ല എന്നാണ് ആര് പറയുന്നത്, ഹൈസൻബർഗ് പറയുന്നത് അല്ലെ. ഇതിനെ വെച്ചിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പൊ ഹൈസൻബർഗിന്റെ പ്രിൻസിപ്പിൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെന്റ് മാത്രം എഴുതിയാൽ പോരാ, ഒരു ഇക്വേഷനും കൂടി ഉണ്ട്. എന്തായിരുന്നു നമ്മൾ എന്തൊക്കെയായിരുന്നു കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞേ, പൊസിഷൻ ആൻഡ് മൊമെന്റം അല്ലെ. അപ്പോ പൊസിഷൻ നമ്മൾ ഡെൽറ്റ നോക്കിക്കേ, ഡെൽറ്റ എക്സ് ഇൻറ്റു മൊമെന്റം അല്ലായിരുന്നു അടുത്ത് പറഞ്ഞേക്കുന്നത്, ഡെൽറ്റ എക്സ് ഇൻറ്റു എം ഡെൽറ്റ വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π. ഇതാണ് നമ്മുടെ ഹൈസൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് പൊസിഷനിലുള്ള അൺസർട്ടനിറ്റി ആണ് ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെൽറ്റ എക്സ് ഈക്വൽ ടു എന്താണ്, uncertainty in position. Uncertainty in position ആണ് ഡെൽറ്റ എക്സ്. അപ്പൊ ഡെൽറ്റ വി എം ഡെൽറ്റ വി എന്ന് പറയുന്നത് എന്താണ്, അൺസർട്ടനിറ്റി ഇൻ മൊമെന്റം ആണ് എം ഡെൽറ്റ വി. എന്തായിരുന്നു, അൺസർട്ടനിറ്റി ഇൻ മൊമെന്റം. ഓരോ ടേംസ് നമ്മൾ ഡിഫൈൻ ചെയ്തു കേട്ടോ. അൺസർട്ടനിറ്റി ഇൻ പൊസിഷനും അൺസർട്ടനിറ്റി ഇൻ മൊമെന്റം വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഹൈസൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്താന്ന് ചോദിച്ചാൽ പ്രിൻസിപ്പിളും നമ്മൾ പറയണം, അതേപോലെ ഇക്വേഷൻ എഴുതണം. ഓരോ ടേംസ് എന്തിനാണ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും 3 അല്ലെങ്കിൽ 4 മാർക്ക് ഉറപ്പാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി എന്താ നമുക്ക് പറയാനുള്ളത് നോക്കിയാലോ. നോക്കിക്കേ, ഒരു ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിലെ എന്ന് പറയുന്നത് എന്താണ്, ഓർഡർ ഓഫ് ദി ബിഹേവിയർ ഓഫ് ആൻ ഇലക്ട്രോൺ ഡിസ്ക്രൈബ് ആൻ ഇക്വേഷൻ. ഒരു ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിലെ ഒരു ഇലക്ട്രോണിന്റെ ബിഹേവിയർ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ആ ഇക്വേഷനെ വിളിക്കുന്ന പേരാണ് സ്ക്വാഡിഞ്ചർ ഇക്വേഷൻ. എന്താണ് സ്ക്വാഡിഞ്ചർ ഇക്വേഷൻ? എന്താന്ന് നോക്കിക്കേ, HI ആ ഇക്വേഷൻ ഈ ഇക്വേഷൻസ് എല്ലാം നിങ്ങൾ എന്റെ കൂടെ തന്നെ എഴുതിയെടുക്കണം കേട്ടോ. HI ഈക്വൽ ടു ഈ സൈ. ഇതെന്താണ്, സൈ എന്ന് പറയുന്ന ഗ്രീക്ക് ലെറ്റർ ആണ് ഇത് എഴുതിയേക്കുന്നത്. HI ഈക്വൽ ടു ഈ സൈ എന്നാണ് പറഞ്ഞേക്കുന്നത്. എച്ചിന് ഒരു ക്യാപ്പ് ഉണ്ട്. ഇതിനെ നമ്മൾ എന്താ വിളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ H എന്ന് പറയുന്നത് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ ആണ്. ഇതെന്താന്ന് ചോദിച്ചാൽ നമ്മൾ H എന്ന് പറഞ്ഞത് എന്താണ്, ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ. ഈ എന്താണ് മക്കളെ, ടോട്ടൽ എനർജി. സൈ എന്താണ് മക്കളെ, എന്താണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്, H എന്ന് പറഞ്ഞ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ, E എന്ന് പറയുന്നത് ടോട്ടൽ എനർജി,
E എന്ന് പറയുന്നത് എന്താണ്? വേവ് ഫംഗ്ഷൻ. അപ്പൊ നോക്കിക്കേ, എന്തായിരുന്നു നമ്മുടെ ക്വാണ്ടം മെക്കാനിക്കൽ മോഡലില് ഒരു ഇലക്ട്രോണിന്റെ ബിഹേവിയർ എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ആ ഇക്വേഷനെ വിളിക്കുന്ന പേരെന്താണ്? സ്ക്വാഡിഞ്ചർ ഇക്വേഷൻ. മറക്കാമോ? ഈ സ്പെല്ലിംഗ് പഠിക്കണേ. സ്ക്വാഡിഞ്ചർ ഇക്വേഷൻ. അതാണ് എന്ത്? നമ്മുടെ HI = E psi എന്ന് പറയുന്നത്. H എന്ന് പറയുന്നത് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ ആണ്. E എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ എനർജി ആണ്. അതേപോലെ psi എന്ന് പറയുന്നത് എന്താണ്? വേവ് ഫംഗ്ഷൻ ആണ്. ഇത്രയും ഓക്കെ ആണല്ലോ? ഇനി അത് മറക്കില്ലല്ലോ. അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു പഠിച്ചിരുന്നത്? സ്ക്വാഡിഞ്ചർ ഇക്വേഷൻ പഠിച്ചു. ഡുവൽ ബിഹേവിയർ വെച്ചിട്ട് 3 ഇക്വേഷൻസ്, ലാംഡേന്റെ 3 ഇക്വേഷൻസ് പഠിച്ചു. പിന്നെ എന്തായിരുന്നു പഠിച്ചേ? ഹൈസൻബെർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളും അതിന് റിലേറ്റ് ചെയ്ത് വരുന്ന ഇക്വേഷൻ പഠിച്ചു. ഓക്കെ ആണല്ലോ അല്ലെ? അപ്പോ ഇനി നെക്സ്റ്റ് ഓർബിറ്റ് എന്താണ്? ഓർബിറ്റൽസ് എന്താണ്? രണ്ടും സെയിം അല്ലേ മിസ്സേ? അല്ലാട്ടോ, രണ്ടും സെയിം അല്ല. ഓർബിറ്റ്സ് വേറെ, ഓർബിറ്റൽസ് വേറെ. രണ്ടിന്റെ ഡിഫറൻസ് എന്താണെന്ന് നിങ്ങളോട് ചോദിക്കും. ഓർബിറ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താന്ന് സെപ്പറേറ്റും ചോദിക്കാം, ഓർബിറ്റൽസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ രണ്ടും കൂടി കമ്പൈൻ ചെയ്യുന്ന രണ്ടിന്റെ ഡിഫറൻസ് എന്താണെന്ന് ചോദിക്കാം. അതൊന്ന് ടാബുലേറ്റ് ചെയ്യാനായിട്ട് നിങ്ങളോട് പറയുകയും ചെയ്യാം. അപ്പൊ അത് നോക്കിക്കേ, മിസ് ഇവിടെ എഴുതിയിട്ടിട്ടുണ്ട്, നിങ്ങൾ എഴുതിയെടുക്കണേ. എന്താ ഓർബിറ്റ്സിന്റെ പ്രത്യേകത എന്താ നോക്കിക്കേ? ഓർബിറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് സർക്കുലർ എന്താണ്? സർക്കുലർ പാത്ത് അറൌണ്ട് ദ ന്യൂക്ലിയസ് വേർ ഇലക്ട്രോൺസ് ആർ ഫൗണ്ട്. ഇലക്ട്രോൺസിനെ കാണാൻ പറ്റുന്ന ഒരു സർക്കുലർ പാത്ത്. എവിടെ? ന്യൂക്ലിയസിന് ചുറ്റിനുള്ള സർക്കുലർ പാത്ത്. ഇലക്ട്രോൺസിനെ കാണാൻ കഴിയുന്ന ഒരു സർക്കുലർ പാത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓർബിറ്റ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോ ഓർബിറ്റൽസ് എന്താ നോക്കിക്കേ? ഇലക്ട്രോൺസിനെ മാക്സിമം കാണാൻ പറ്റുന്ന ഒരു പാസേജ് ആണ്. എന്താണ് മാക്സിമം കാണാൻ പറ്റുന്ന ഒരു പാസേജ്? പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺ ഈസ് മാക്സിമം. അങ്ങനെയുള്ള പാസേജിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ഓർബിറ്റൽസ് എന്ന് വിളിക്കുന്നത്. സ്പേസ് അല്ലെങ്കിൽ ഒരു പാസേജ് അറൌണ്ട് ദ ന്യൂക്ലിയസ് വേർ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺ ഈസ് മാക്സിമം. അപ്പോൾ ഈ ഇലക്ട്രോണിനെ കണ്ടുപിടിക്കാനായിട്ട് അല്ലെങ്കിൽ കാണാൻ പറ്റുന്ന സാധ്യത കൂടുതലുള്ള ഒരു പാസേജ് അല്ലെങ്കിൽ ഒരു ഏരിയ അല്ലെങ്കിൽ സ്പേസ് എന്നൊക്കെ പറയാം. ആ സ്പേസിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓർബിറ്റൽസ് എന്ന് വിളിക്കുന്നത്. ഓർബിറ്റ് എന്തായിരുന്നു? ന്യൂക്ലിയസിന്റെ ചുറ്റിനുള്ള ഒരു പാത്ത്. ഓർബിറ്റ് ഇലക്ട്രോൺസ് കണ്ടുവരുന്ന അല്ലെങ്കിൽ ന്യൂക്ലിയസിനെ ചുറ്റും റിവോൾവ് ചെയ്യുന്ന ആ പാത്തിനെയാണ് നമ്മൾ ഓർബിറ്റ് എന്ന് വിളിക്കുന്നത്. പക്ഷേ ഇവിടെ പാത്ത് അല്ല, ഒരു പാസേജ് ആണ്. പാസേജോ അല്ലെങ്കിൽ ഒരു സ്പേസ് എന്ന് പറയാം. വേർ ദ ഫൈൻഡിങ് പ്രോബബിലിറ്റി ഓഫ് ഇലക്ട്രോൺ ഈസ് മാക്സിമം ആയിട്ട് വരുന്ന ഇലക്ട്രോണിനെ കാണാൻ സാധ്യത കൂടുതലായിട്ടുള്ള ഒരു ഏരിയ അല്ലെങ്കിൽ ആ സ്പേസിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ഓർബിറ്റൽസ് എന്ന് വിളിക്കുക. നെക്സ്റ്റ് നോക്കിക്കേ, അത് നമ്മുടെ ഓർബിറ്റിന്റെ ഷേപ്പ് എന്താണ്? സർക്കുലർ ഷേപ്പ് ആണ്. അതെപ്പോഴും സർക്കുലർ ഷേപ്പിൽ നിൽക്കുള്ള ന്യൂക്ലിയസിനെ സെന്റർ ആക്കി വെച്ചിട്ട് പോകുന്ന സർക്കിൾസ്, ഇലക്ട്രോൺസ് പോകുന്ന സർക്കിൾസിനെയാണ്, സർക്കുലർ ഷേപ്പിലുള്ള ഒരു പാത്തിനെയാണ് നമ്മൾ ഓർബിറ്റുകൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്തായിരുന്നു? പക്ഷെ ഓർബിറ്റൽസ് എന്ന് പറയുന്നതിന് ഓരോ ഓർബിറ്റൽസിനും ഡിഫറെന്റ് ഷേപ്സ് ആണ് നമ്മുടെ ഓരോ ഓർബിറ്റൽസിനും ഉള്ളത്. അപ്പോൾ നമ്മുടെ ഓർബിറ്റൽസിന് ഡിഫറെന്റ് ഓരോ ഓർബിറ്റൽസ് മാറുന്നതിനനുസരിച്ച് ഷേപ്പ് മാറുകയും, പക്ഷെ ഓർബിറ്റിന് അങ്ങനെ ചേഞ്ച് ഇല്ല. എപ്പോഴും അത് സർക്കുലർ പൊസിഷനിലായിരിക്കും, സർക്കുലർ ഷേപ്പിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അതേപോലെ ഇതിനെ ആകെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോൺസിന്റെ നമ്പർ എന്ന് പറഞ്ഞാൽ 2n² ആണ്. അപ്പോൾ നമ്മുടെ പാത്ത്, അതായത് പാത്ത് എന്ന് പറയുന്നത് n1 ആണെങ്കിൽ 1ന്റെ സ്ക്വയർ 1 തന്നെ. 2 × 1 എന്താ വരിക? 2. 2 ഇലക്ട്രോൺ ആയിരിക്കും ആദ്യത്തെ ഷെല്ലില് ഉൾക്കൊള്ളിക്കാൻ പറ്റുള്ളൂ. പക്ഷേ സെക്കൻഡ് ഷെല്ലിലേക്ക് വരുമ്പോഴെന്താണ്? 2 × n². രണ്ടാമത്തെ ഷെല്ലാണല്ലേ. രണ്ടാമത്തെ ഷെല്ല് എന്ന് പറയുമ്പോൾ n² എന്ന് പറയുമ്പോൾ എന്താ? 4 ആ. 4 × 2 എന്ന് പറയുന്നത് 8 ആ. അപ്പൊ സെക്കൻഡ് ഷെല്ലിൽ വരുമ്പോഴത്തേക്കും 8 ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് ആർക്ക് പറ്റും? നമ്മുടെ ഓർബിറ്റിന് പറ്റും. പക്ഷേ ഓർബിറ്റൽസിന് അങ്ങനെയല്ല. ഒരു ഷെല്ലില് എത്ര പറ്റുള്ളൂ? മാക്സിമം 2 ഇലക്ട്രോൺ. അതിൽ കൂടുതൽ ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് ആർക്ക് പറ്റില്ല? നമ്മുടെ ഓർബിറ്റൽസിന് പറ്റില്ല. അപ്പോൾ ക്യാൻ അക്കോമഡേറ്റ് ഓൺലി 2 ഇലക്ട്രോൺസ്. ആകെ 2 ഇലക്ട്രോൺസിനെ മാത്രമേ ഓർബിറ്റൽസിന് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇവർക്കാണെങ്കിലോ ആദ്യത്തെ ഷെല്ലിൽ 2 എണ്ണം, പിന്നത്തെ ഷെല്ലിൽ 8 എണ്ണം, അങ്ങനെ 2n². 2n² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ വരുന്ന വാല്യൂസ് ഉള്ള ഇലക്ട്രോൺസിന്റെ നമ്പറിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് നമ്മുടെ ഓർബിറ്റ് എന്ന് പറയുന്നത്. ഇതുപോലെ നോക്കിക്കേ, ഇതിന് ഡയറക്ഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നുമില്ല ആർക്ക്? നമ്മുടെ ഓർബിറ്റിന്. പക്ഷെ ഇവിടെ ആണെങ്കിലോ ഇതിന് ഡയറക്ഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ആർക്ക്? നമ്മുടെ ഓർബിറ്റൽസിന് ഡയറക്ഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, പക്ഷെ നമ്മുടെ ഓർബിറ്റിന് അതില്ല. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്തായിരുന്നു പറഞ്ഞത്? ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്ന പാത്ത്, ന്യൂക്ലിയസിന്റെ ചുറ്റിനുള്ള ഒരു പാത്താണ് നമ്മുടെ ഓർബിറ്റ് എന്ന് പറയുന്നത്. ഓർബിറ്റൽസ് ആണെങ്കിലോ ഒരു പാസേജ് വേർ ദ ഇലക്ട്രോൺസ് ക്യാൻ ബി സീൻ മോർ പ്രോബബിൾ. അപ്പോ കൂടുതൽ പ്രോബബിലിറ്റി ഉള്ള, അത് ന്യൂക്ലിയസിന് ചുറ്റിനും ഇലക്ട്രോൺസിനെ കാണാൻ സാധ്യതയുള്ള ഏരിയനാണ് നമ്മൾ എന്ത് വിളിക്കുക?
ഓർബിറ്റൽസ് എന്ന് വിളിക്കുന്നത്. ഇതിന് ഡയറക്ഷണൽ പ്രോപ്പർട്ടി ഉണ്ട്. അതേപോലെ 2 ഇലക്ട്രോൺ മാത്രമേ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ ആണെങ്കിലോ 2n² മൾട്ടിപ്പിളിൽ വരുന്ന ഇലക്ട്രോൺസിന്റെ നമ്പേഴ്സ് നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ മക്കളെ? അപ്പൊ ഇതാണ് ഓർബിറ്റും ഓർബിറ്റൽസും തമ്മിലുള്ള ഡിഫറൻസ്. രണ്ടും സെയിം അല്ല കേട്ടോ. രണ്ടിന്റെ ഡിഫറൻസ് എന്തായാലും രണ്ടിന്റെ സെപ്പറേറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾ സെപ്പറേറ്റ് കാര്യങ്ങൾ എഴുതി കൊടുക്കേണ്ടി വരും. ഓക്കെ അല്ലേ? നമുക്ക് മിസ് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോവാണ്. നോക്കിക്കേ, ഇനി ക്വാണ്ടം നമ്പേഴ്സ് എന്താണെന്നാണ് നോക്കുന്നത്. നമുക്ക് ക്വാണ്ടം നമ്പേഴ്സിനെ പറ്റി പഠിക്കാനുണ്ട്. നമ്മൾ ഇതിന് മുന്നേ 10th ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ ക്വാണ്ടം നമ്പേഴ്സ് എന്നൊക്കെ. എത്ര ടൈപ്പ് ക്വാണ്ടം നമ്പേഴ്സ് നിങ്ങൾ അവിടെ പഠിച്ചായിരുന്നു? 3 ടൈപ്പ് ക്വാണ്ടം നമ്പേഴ്സ് എന്നല്ലേ. 3 ടൈപ്പ് ക്വാണ്ടം നമ്പേഴ്സ് അല്ലാതെ ഒരു അഡീഷണൽ ആയിട്ട് ഒരു എക്സ്ട്രാ ക്വാണ്ടം നമ്പറും കൂടി കയറി നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അതിന്റെ വലിയ വാല്യൂസും കാര്യങ്ങളൊന്നുമില്ല, നിങ്ങളത് പഠിച്ചിരിക്കണം. അപ്പൊ 4 ക്വാണ്ടം നമ്പേഴ്സ് ആണ് നമുക്ക് ആകെ പഠിക്കാനുള്ളത്. ഏതൊക്കെയായിരുന്നു ആദ്യത്തെ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ അല്ലേ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്തിനാണ് സൂചിപ്പിക്കുക? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്തിനാ മക്കളെ സൂചിപ്പിക്കുന്നത്? നമ്മുടെ ഷെൽ നമ്പർ അല്ലേ, മെയിൻ ഷെൽ നമ്പറിനെയാണ് നമ്മുടെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ സൂചിപ്പിക്കുന്നത്. അത് നമ്മൾ ഏത് ലെറ്റർ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്തിരുന്നത്? N എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ റെപ്രസെന്റ് ചെയ്തിരുന്നത് അല്ലെ. അപ്പോൾ ആദ്യത്തെ നമ്മുടെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ്. അതിനെ നമ്മൾ N എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. മെയിൻ എനർജി ലെവലാണ് അത് കാണിക്കുന്നത്. പിന്നെ അത് കൂടാതെ നമുക്ക് +1 ആയില്ലേ, കുറച്ചുകൂടി വലുതായില്ല. അപ്പൊ കുറച്ചുകൂടി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഓർബിറ്റലിന്റെ ഷേപ്പ് എങ്ങനെയാണെന്ന് കാണിക്കാനാണ് നമ്മുടെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്തിനെ സൂചിപ്പിക്കാനാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ യൂസ് ചെയ്യുന്നത്? നമ്മുടെ സൈസ്, നമ്മുടെ ഓർബിറ്റലിന്റെ സൈസ് എങ്ങനെയാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഉപയോഗിക്കുക? നമ്മുടെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് എന്താണ്? അസിമുത്തൽ ക്വാണ്ടം നമ്പർ. അസിമുത്തൽ ക്വാണ്ടം നമ്പർ നമ്മൾ ഏത് ലെറ്റർ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്ന നോക്കിക്കേ? L എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് അല്ലെ. സ്മോൾ ലെറ്റർ L. എന്താണ് സെക്കൻഡ് ക്വാണ്ടം നമ്പർ? അസിമുത്തൽ ക്വാണ്ടം നമ്പർ ആണ്. അതിന് നമ്മൾ ഏത് ലെറ്റർ വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്? റെപ്രസെന്റ് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ L ആണ്. ഇത് നമ്മൾ എന്ത് പ്രോപ്പർട്ടിയാണ് ഇതിൽ നിന്നിട്ട് നമുക്ക് മനസ്സിലാവാ? ഒരു ഓർബിറ്റലിന്റെ ഏത് പ്രോപ്പർട്ടിയാണ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ റെപ്രസെന്റ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എന്താണ് മക്കളെ? മാഗ്നിറ്റ്യൂഡ് ആണ് നമ്മുടെ ഒരു ഓർബിറ്റലിന്റെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ക്വാണ്ടം നമ്പർ ആണ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ. ഓക്കെ അല്ലേ? അതിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിൽ നിന്നിട്ട് 1 കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ അസിമുത്തൽ ക്വാണ്ടം നമ്പർ കിട്ടും. ഓക്കെ ആണല്ലോ അല്ലെ? അപ്പൊ നോക്കിക്കേ, നെക്സ്റ്റ് ക്വാണ്ടം നമ്പർ ആണ് എന്ത്? മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യണതാണ് എന്ത്? M എന്ന് പറയുന്ന സ്മോൾ ലെറ്റർ M എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചിട്ട്. അപ്പോൾ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ റെപ്രസെന്റ് ചെയ്യുന്നത് M വെച്ചിട്ടാണ്. 3ാമത്തെ ക്വാണ്ടം നമ്പർ ആണല്ലേ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആയി, അസിമുത്തൽ ക്വാണ്ടം നമ്പർ ആയി, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. ഈ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്തിനാ? നമ്മുടെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ പറഞ്ഞു സൈസ് ആണെന്ന്. സൈസ് കാണിക്കുക, എന്ത് സൈസിലുള്ള ഓർബിറ്റൽ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞു. സെക്കൻഡ് എന്തായിരുന്നു? ഇവിടെ അസിമുത്തൽ ക്വാണ്ടം നമ്പർ പറഞ്ഞത് എന്തിനായിരുന്നു? മാഗ്നിറ്റ്യൂഡ് കാണിക്കാനല്ലേ. അപ്പൊ തേർഡ് ആയിട്ടുള്ള നമ്മുടെ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്താ? നമ്മുടെ ഇലക്ട്രോണിന്റെ ബിഹേവിയർ, ഇലക്ട്രോൺ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതെന്ന് കാണിക്കാനാണ് നമ്മൾ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ യൂസ് ചെയ്യുന്നത്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഇപ്പൊ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ അസിമുത്തൽ ക്വാണ്ടം നമ്പറിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന് 2 ഇരട്ടി എടുത്തിട്ട് എന്ത് ചെയ്യുക? 1 ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എന്ത് കിട്ടി? മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ കിട്ടി. അപ്പൊ 2l+1 എന്ന വാല്യൂ ആണ് നമ്മുടെ എന്തിന്റെ? മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിന്റെ കേട്ടോ. അപ്പൊ അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് -L മുതൽ +L വരെ വരാം. അതെന്താ -L +L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് Lന്റെ വാല്യൂ ഓൾറെഡി ഇവിടെ ഇപ്പൊ 4 കിട്ടിയെന്ന് വിചാരിക്കാം. 4 കിട്ടിയെങ്കിൽ നമ്മുടെ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിന്റെ വാല്യൂസ് എന്ന് പറയുന്നത്, ആ ഷെല്ലിലെ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പേഴ്സിന്റെ വാല്യൂസ് എന്ന് പറയുന്നത് -4, -3, -2, -1, 0, 1, 2, 3, 4. 1, 2, 3, 4. അതായത് -L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? L 4 ആണ്. അപ്പൊ അതിന് മൈനസ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? -4. അപ്പൊ +L വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4. അപ്പൊ -L മുതൽ +L വരെ ആയിരിക്കും നമ്മുടെ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിന്റെ വാല്യൂസ് വരുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ 3 ക്വാണ്ടം നമ്പേഴ്സ് പഠിച്ചല്ലേ? പ്രിൻസിപ്പൽ ആയി, അസിമുത്തൽ ആയി, മാഗ്നറ്റിക്. ഇനി 3ാമത് ഇപ്പൊ നമ്മൾ പുതിയത് പഠിക്കാൻ പോകുന്ന ഒരാളാണ് എന്ത്? സ്പിൻ ക്വാണ്ടം നമ്പർ. എന്താണ്? സ്പിൻ ക്വാണ്ടം നമ്പർ. ഓക്കെ അല്ലേ? സ്പിൻ ക്വാണ്ടം നമ്പർ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന സ്മോൾ ലെറ്റർ S വെച്ചിട്ടാണ്. സ്പിൻ ക്വാണ്ടം നമ്പർ ആ പേരിൽ തന്നെ ഉണ്ട്. എന്ത് കണ്ടുപിടിക്കാനായിരിക്കും? സ്പിൻ ഓറിയന്റേഷൻ ഓഫ് ദി ഇലക്ട്രോൺ. ഒരു ഇലക്ട്രോണിന്റെ സ്പിൻ ഓറിയന്റേഷൻ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പിൻ ക്വാണ്ടം നമ്പർ യൂസ് ചെയ്യുന്നത്. അതിന് 2 സ്പിൻ ഓറിയന്റേഷൻ ഉള്ളൂ. ഒന്നില്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള
സ്പിന്നിങ്ങും അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള സ്പിന്നിങ്. അപ്പൊ അതാണ് പ്ലസ് ഹാഫ് അല്ലെങ്കിൽ മൈനസ് ഹാഫ്. ഈ രണ്ട് വാല്യൂസ് മാത്രമേ ആർക്ക് വരുള്ളൂ? സ്പിൻ ക്വാണ്ടം നമ്പേഴ്സിന് വരുള്ളൂ. അപ്പോ എസ് എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. സ്പിൻ ഓറിയന്റേഷൻ ആണ് കാണിക്കുന്നത്. പ്ലസ് ഹാഫ് അല്ലെങ്കിൽ മൈനസ് ഹാഫ് ആയിരിക്കും സ്പിൻ ക്വാണ്ടം നമ്പേഴ്സിന്റെ വാല്യൂ ആയിട്ട് വരിക. അപ്പൊ ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറഞ്ഞ സെറ്റ് നമ്മൾ ഓൾറെഡി പഠിച്ച കാരണം ഇവിടെ എളുപ്പമായല്ലേ. അപ്പോ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആയി, അസിമുത്തൽ ക്വാണ്ടം നമ്പർ ആയി, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആയി, പിന്നെന്താണ് നമ്മുടെ സ്പിൻ ക്വാണ്ടം നമ്പർ. പുതിയൊരാളും കൂടി വന്നു അല്ലെ. ഇത് വെച്ചിട്ട് മിസ് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കട്ടെ. ഒന്ന് ചെയ്യാൻ പറ്റുമോ നോക്കിയാലോ. ഇതേ റൈറ്റ് ദ ഡെസിഗ്നേഷൻ ഓഫ് ദി ഓർബിറ്റൽ വിത്ത് ക്വാണ്ടം നമ്പേഴ്സ്. ഏതൊക്കെ രണ്ട് ക്വാണ്ടം നമ്പേഴ്സിന് എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അതിന്റെ എന്താണ് നമ്മുടെ ഓർബിറ്റലിന്റെ ഡെസിഗ്നേഷൻ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. എന്നിന്റെ വാല്യൂ 2 ആന്ന് പറഞ്ഞിട്ടുണ്ട്, എല്ലിന്റെ വാല്യൂ 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ഏത് ഷെല്ലായിരിക്കും? അപ്പൊ നമുക്ക് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് എന്ത്? എല്ലിന്റെ വാല്യൂ 0 ആയി കഴിഞ്ഞാല് എന്താ വരുന്നേ? എല്ലിന്റെ വാല്യൂ 0 ആയി കഴിഞ്ഞാൽ എസ് വരും. എല്ലിന്റെ വാല്യൂ 1 ആയി കഴിഞ്ഞാൽ പി വരും. അതേപോലെ എല്ലിന്റെ വാല്യൂ 2 ആയി കഴിഞ്ഞാൽ ഡി, എല്ലിന്റെ വാല്യൂ 3 ആയി കഴിഞ്ഞാൽ എഫ്. അപ്പൊ ഇതെന്തായാലും ഓർത്തിരിക്കണം കേട്ടോ, മറക്കരുത്. നമുക്ക് പറഞ്ഞിട്ടുണ്ട് n = 2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, l = 0. 0 ആണെങ്കിൽ നമ്മുടെ സബ്ഷെൽ ഏതായിരിക്കും? ദേ സബ്ഷെൽ എസ് ആണല്ലേ. അപ്പൊ ഇതിന്റെ ഡെസിഗ്നേഷൻ എന്താ? 2s. സിമ്പിൾ അല്ലേ? 2s. ഇതിന്റെ ആണെങ്കിലോ n = 4 l = 3. l = 3 ആണെങ്കിൽ അതിന്റെ സബ്ഷെൽ ഏതാണ്? എഫ് അല്ലേ. അപ്പോ ഇതിന്റെ ഡെസിഗ്നേഷൻ എന്താ? 4f. അപ്പോ ഇത് ഏത് ഓർബിറ്റലാണ്? 4f എന്ന് പറയുന്ന ഓർബിറ്റലും ഇവിടെ എന്താണ്? 2s എന്ന് പറയുന്ന ഓർബിറ്റലും. മിസ് ഇതേ ഒരു ക്വസ്റ്റ്യൻ കൂടി തരാം. n = 3 and l = 2. l = 2 and n = 3 ആണെങ്കിൽ ഇതിന്റെ ഡെസിഗ്നേഷൻ എന്താ? എന്തായിരിക്കും ഇതിന്റെ ഡെസിഗ്നേഷൻ? n എന്ന് പറഞ്ഞാൽ 3 ആണെങ്കിൽ 3. 2 വരുന്ന എല്ലിന്റെ വാല്യൂ 2 വരുന്നത് ആർക്കാ? ഡി അല്ലേ. അപ്പൊ 3d. ഇപ്പൊ ഇവിടെ 2s കിട്ടി, 4f കിട്ടി, 3dയും കിട്ടി. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് തന്നേനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. റൈറ്റ് ദ പോസിബിൾ ക്വാണ്ടം നമ്പർ. 4fന്റെ ക്വാണ്ടം നമ്പേഴ്സ് എല്ലാം എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. എന്താ? ഒരു ക്വാണ്ടം നമ്പർ അല്ല, ക്വാണ്ടം നമ്പേഴ്സ് എല്ലാം എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ആരുടെ? 4fന്റെ അല്ലേ. അപ്പൊ നമുക്ക് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 4f ആണ് നമ്മുടെ ആള്. ടാർഗറ്റ് 4f ആണ്. അപ്പൊ ഇതിനകത്ത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്നിന്റെ വാല്യൂ എന്തായിരിക്കും? എന്നിന്റെ വാല്യൂ എന്താ? ഷെല്ലിന്റെ നമ്പർ അല്ലേ. അപ്പൊ എന്താണ്? 4 ആണ് വരുന്നത് അല്ലേ. എല്ലിന്റെ വാല്യൂ എന്താ? എല്ലിന്റെ വാല്യൂ എന്താ? n-1 അല്ലേ. n-1 അതായത് 4 - 1 എന്ന് പറയുന്നത് 3. അതായത് ഏതാണ് 3 എന്താ വരുന്നേ? 3 ഏത് ഓർബിറ്റ്, ഏത് സബ്ഷെല്ല? 0 ആണെങ്കിൽ എസ്, 1 ആണെങ്കിൽ പി, 2 ആണെങ്കിൽ ഡി, 3 ആണെങ്കിൽ എഫ്. അപ്പൊ കിട്ടി 4 3 എന്ന് പറയുന്നത് എഫ് ആണെന്ന് മനസ്സിലായി. അപ്പോ n കിട്ടി, പ്രിൻസിപ്പൽ കിട്ടി, അസിമുത്തൽ കിട്ടി. ഇനി മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എമ്മിന്റെ വാല്യൂ എന്തായിരുന്നു? നമ്മുടെ എല്ലിന്റെ വാല്യൂ എന്താ കിട്ടിയിരുന്നത്? 3 അല്ലേ കിട്ടിയിരുന്നത്. അപ്പൊ -L2 + L എന്നായിരിക്കും നമ്മുടെ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ വരിക അല്ലെ. അപ്പൊ ഇതെന്താ? -3 ഉണ്ടാവും, -2 ഉണ്ടാവും, -1, 0, 1, 2 and 3. ഇതൊക്കെ ആയിരിക്കും നമ്മുടെ എമ്മിന്റെ വാല്യൂസ് ആയിട്ട് വരാം അല്ലെ. അപ്പൊ എമ്മിന്റെ വാല്യൂസും കിട്ടി. എസ് സ്പിൻ ക്വാണ്ടം നമ്പർ എന്താ? +½ അല്ലെങ്കിൽ എന്താണ്? -½. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ആരുടെ കാര്യത്തിൽ വരുന്നത്? 4fന്റെ കാര്യത്തിൽ വരുന്നത്. അപ്പൊ 4fന്റെ പോസിബിൾ ആയിട്ടുള്ള ക്വാണ്ടം നമ്പേഴ്സും കിട്ടിയില്ലേ. ഇതേപോലെ വേറൊരു ഓർബിറ്റല് തന്നു കഴിഞ്ഞാൽ അതിന്റെ പോസിബിൾ ക്വാണ്ടം നമ്പേഴ്സ് നിങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റില്ലേ? ഓക്കെ ആണല്ലോ. അപ്പൊ നോക്കിക്കേ, നമുക്ക് ഇനി നെക്സ്റ്റ് കുറച്ച് ഓർബിറ്റൽസിന്റെ ഷേപ്സ് എങ്ങനെയാന്ന് പഠിക്കാം. എസ് ഓർബിറ്റൽ ഉണ്ട്, നമുക്ക് പി ഓർബിറ്റൽ ഉണ്ട്, ഡി ഓർബിറ്റൽ ഉണ്ടല്ലേ. ഈ ഓർബിറ്റൽസിന്റെ ഷേപ്പ് എങ്ങനെയാന്ന് നോക്കണ്ടേ. എസ് ഓർബിറ്റൽ സിമ്പിൾ ആണ്. എസ് ഓർബിറ്റലിന് എന്താണ്? സ്ഫെരിക്കലി സിമെട്രിക്കൽ ആയിട്ടുള്ള ഷേപ്പാണ് നമ്മുടെ എസ് ഓർബിറ്റലിന് വരിക. അപ്പൊ ഇതേ നോക്കിക്കേ, എസ് ഓർബിറ്റലിന്റെ ഷേപ്പ് എങ്ങനെയാണെങ്കിൽ പി ഓർബിറ്റലിനാണ് കുറച്ച് വെറൈറ്റി ഷേപ്പ് കയറി വരുന്നത്. എന്താണ്? ഡംബലിന്റെ ഷേപ്പ്. നമ്മുടെ ഡംബലിന്റെ ഷേപ്പാണ് ആർക്ക് കയറി വരുന്നത്? പി ഓർബിറ്റലിന് കയറി വരുന്നത്. പി ഓർബിറ്റലിന് 3 ഡിഫറെന്റ് ആയിട്ടുള്ള ഓറിയന്റേഷൻസ് നമുക്ക് ആർക്ക് വരുന്നുണ്ട്? പി ഓർബിറ്റൽസിന് വരുന്നുണ്ട്. നോക്കിക്കേ, ഏതൊക്കെയാണ് പി ഓർബിറ്റലിന്റെ? പി എക്സ് ഉണ്ട്, പി വൈ ഉണ്ട്, പി ഇസഡ് ഉണ്ട്. അപ്പൊ എക്സ് ആക്സിസിലേക്ക് ഡംബൽ ഷേപ്പ് ഓറിയന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പി എക്സ് എന്നും, വൈ ആക്സിസിലേക്കാണ് നമ്മുടെ ഡംബൽ ഷേപ്പ് ഓറിയന്റ് ചെയ്യുന്നതെങ്കിൽ അത് ഓർബിറ്റലാണ്, അതിന്റെ പേരെന്താണ്? പി വൈ എന്നും. അതേപോലെ ഇസഡ് ആക്സിസില്
ഇസഡ് ആക്സിസിലാണ് നമ്മുടെ എന്ത് ഡംബൽ ഷേപ്പ് പിന്റെ ഓർബിറ്റൽ എന്താ അസൈൻ ചെയ്യുന്നതെങ്കിൽ അതെന്താണ് നമ്മുടെ ഓർബിറ്റലിന്റെ പേര് ഇസഡ്. പി ഇസഡ് എന്നാണ് ഈ ഓർബിറ്റലിന്റെ പേര് വരിക. അപ്പൊ പി എക്സ് ഉണ്ട്, പി വൈ ഉണ്ട്, പി ഇസഡ് ഉണ്ട്. അപ്പൊ 3 ഡിഫറെന്റ് അറേഞ്ച്മെന്റ് ആണ്, അല്ലെങ്കിൽ 3 ഡിഫറെന്റ് ഓറിയന്റേഷൻ ആണ് നമ്മുടെ പി ഓർബിറ്റലിന് വരുന്നത്. എസ് ഓർബിറ്റലിനാണെങ്കിൽ ഒറ്റ അറേഞ്ച്മെന്റ് ഉള്ളൂ, സ്ഫെരിക്കലി സിമെട്രിക്കൽ ആണ്. പക്ഷേ പി ഓർബിറ്റലിന് എന്താണ് 3 ടൈപ്പ് ഉണ്ട് അല്ലേ. അപ്പൊ നമുക്ക് ഡിയിൽ എന്തായിരിക്കും സ്ഥിതി നോക്കിയാലോ. ഡിയിലെ സ്ഥിതി നോക്കിക്കേ മക്കളെ, 5 ഓറിയന്റേഷൻ ആണ് ആർക്ക് വരുന്നത്, നമ്മുടെ ഡീന് വരുന്നത്. ഇതും ഡംബൽ ഷേപ്പിലാണ് വരുന്നത്, പക്ഷെ ഒരു നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിന്റെ പോലെയൊക്കെ ഇരിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ 5 ഓറിയന്റേഷൻ ആണ് നമ്മുടെ ഡി ഓർബിറ്റൽസിന് വരുന്നത്. ഇത് എങ്ങനെയായാലും പഠിച്ചിരിക്കണം കേട്ടോ. അപ്പൊ ഇത് വരയ്ക്കാനുള്ള എളുപ്പവഴി മിസ് പറഞ്ഞുതരാം. ഓക്കെ, ആദ്യം നമുക്ക് പേര് നോക്കാം. ഡി എക്സ് വൈ, ഡി എക്സ് ഇസഡ്, ഡി വൈ ഇസഡ്, ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ, ഡി ഇസഡ് സ്ക്വയർ. ഏതൊക്കെയാണ്? ഡി എക്സ് വൈ, ഡി എക്സ് ഇസഡ്, ഡി വൈ ഇസഡ്, ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ, ഡി ഇസഡ് സ്ക്വയർ. അങ്ങനെ എത്ര ഓറിയന്റേഷൻ ആണ്? 5 ഓറിയന്റേഷൻ ആണ് നമുക്ക് വരുന്നത്. അപ്പൊ ഈ 5 ഓറിയന്റേഷൻ വരയ്ക്കാനായിട്ട് ആദ്യത്തെ 3 ഓറിയന്റേഷൻ എന്ത് ചെയ്യുക, സെയിം ആയിട്ടുള്ള രീതിയിൽ വരയ്ക്കുക. ഒരു പൂ വരയ്ക്കുന്ന പോലെ നമ്മുടെ ആക്സിസിന്റെ ഈ ക്വാഡ്രന്റിന്റെ ഇടയിൽ കൂടിയാണ് നമ്മുടെ ഡംബൽ ഷേപ്പ് വരുന്നത്. ഏതിന്? എക്സ് വൈക്കും എക്സ് ഇസഡിനും വൈ ഇസഡിനും വരുന്ന ഷേപ്പ് എങ്ങനെയാണ്? ക്വാഡ്രന്റിന്റെ ഇടയിൽ കൂടിയാണ് നമ്മുടെ ഡംബൽ ഷേപ്പ് വരുന്നത്. അപ്പോ ഇതിന്റെ ആക്സിസിന്റെ പേര് കൊടുക്കുമ്പോൾ മാത്രം നമ്മൾ ശ്രദ്ധിക്കുക. ഡി എക്സ് വൈ അല്ലേ, ഡി എക്സ് വൈ എന്ന പേര് കൊടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ്? അപ്പോ ഈ സൈഡിൽ താഴത്തെ നമ്മുടെ എക്സ് ആക്സിന് എക്സ് തന്നെ കൊടുക്കുക, മോളിൽ എന്താണ്? വൈ. നോർമലി കൊടുക്കുന്ന സാധനം തന്നെ. ഇവിടെ എക്സ് ഇസഡിന്റെ കേസിലാണെങ്കിലോ എക്സ് ആക്സിസിൽ എക്സ് തന്നെ കൊടുക്കുക. നമ്മുടെ വൈ ആക്സിസിന്റെ പൊസിഷനിൽ നമ്മൾ എന്ത് കൊടുക്കുന്നു? ഇസഡ്. നമ്മുടെ പേര് എന്തായിരുന്നു? എക്സ് ഇസഡ് എന്നുള്ള പേര് വന്നപ്പോ ഇവിടെ വൈ ആക്സിസിന്റെ പൊസിഷനിൽ നമ്മൾ എന്ത് കൊടുത്തു? എക്സ് ഇസഡ് എന്ന് കൊടുത്തു. അപ്പൊ ആദ്യം വരുന്ന നമ്പർ ആയിരിക്കും ഈ പൊസിഷനിൽ, നമ്മുടെ താഴത്തെ ഈ ഇങ്ങനെയുള്ള വരയിൽ നമ്മൾ കൊടുക്കുന്നത്. ഹൊറിസോണ്ടൽ ആയിട്ടുള്ളത്, വെർട്ടിക്കലിൽ വരുന്നതാണ് നമ്മുടെ സെക്കൻഡ് ആയിട്ടുള്ള ആളെ കൊടുക്കുന്നത്. തേർഡിൽ നോക്കിക്കേ, ഡി വൈ ഇസഡ് അല്ലേ, അതിനകത്ത് ആദ്യം വരുന്ന ആളാണ് വൈ. അപ്പൊ അയാളെ നമ്മൾ എന്ത് കൊടുത്തു? ഹൊറിസോണ്ടലിൽ കൊടുത്തു. രണ്ടാമത് വരുന്ന ഇസഡിന് നമ്മൾ വെർട്ടിക്കൽ ആയിട്ടുള്ള ആക്സിസിൽ കൊടുക്കുകയാണ്. അപ്പോ ഈ 3 ആൾക്കാർ സെറ്റ് ആയല്ലേ. എക്സ് വൈയിലാണെങ്കിൽ എക്സ് ആണ് ആദ്യത്തത്, അയാളെ നമ്മൾ എന്ത് ചെയ്തു? ഹൊറിസോണ്ടലി വരുന്നതിൽ എക്സ് എന്ന് കൊടുത്തു, വെർട്ടിക്കലി വരുന്നതിൽ വൈ എന്ന് കൊടുത്തു. എക്സ് ഇസഡിലാണെങ്കിലോ ഹൊറിസോണ്ടലി വരുന്നതിൽ എക്സ് എന്ന് കൊടുത്തു, ഇവിടെ വരുന്നതിൽ എന്താ? വെർട്ടിക്കലി വരുന്നതിൽ ഇസഡ് എന്ന് കൊടുത്തു. വൈ ഇസഡിലാണെങ്കിലോ നോക്കിക്കേ, ഹൊറിസോണ്ടലി വരുന്നതിൽ വൈ എന്ന് കൊടുത്തു, അതേപോലെ വെർട്ടിക്കലി വരുന്നതിൽ നമ്മൾ എന്താ കൊടുത്തേ? ഇസഡ് എന്ന് കൊടുത്തു അല്ലെ. ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഇതിനെന്താണ്? ആക്സിസിൽ കൂടെയാണ് നമ്മുടെ ഡംബൽ ഷേപ്പ് പോകുന്നത്. ഇത്രയും നേരം ക്വാഡ്രന്റിൽ കൂടെ ആയിരുന്നു ഡംബൽ ഷേപ്പ് പോയിക്കൊണ്ടിരുന്നത്, ഇവിടെ എന്താണ്? ആക്സിസിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആദ്യം വരുന്ന ആളെ തന്നെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ആക്സിസിൽ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത് വന്ന ആളെ എന്താണ്? നമ്മുടെ വെർട്ടിക്കൽ ആയിട്ടുള്ള ആക്സിസിലും കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതോടെ എന്താ? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോ ഇത് വന്നിരിക്കുന്ന ഷേപ്പ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ആക്സിസിൽ കൂടെയാണ്. പിന്നെ നെക്സ്റ്റ് ഡി ഇസഡ് സ്ക്വയർ. അപ്പൊ നമ്മുടെ ഇസഡ് ആക്സിസിനെ മാത്രം നോക്കിയാൽ മതി. ആ ആക്സിസിൽ കൂടെയാണ് നമ്മുടെ എന്ത് വന്നിരിക്കുന്നത്? ഡി ഇസഡ് സ്ക്വയർ വന്നിരിക്കുന്നത്. ഈ സ്ക്വയർ ഉള്ളത് കൊണ്ടാണ് എന്ത് ഇവിടെ നമ്മുടെ ആക്സിസിൽ കൂടിയിട്ട് ആ ഓർബിറ്റിൽ പോയിരിക്കുന്നത്. ഇവിടെ സ്ക്വയർ ഇല്ലേ. അപ്പൊ ആ ഒരു ക്ലൂ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇത് പഠിച്ചെടുക്കുക. അപ്പൊ 5 ഓറിയന്റേഷൻ ആണ് ആർക്ക് വരുന്നത്? നമ്മുടെ ഡി ഓർബിറ്റലിന്. എസ് ആണെങ്കിൽ സ്ഫെരിക്കലി സിമെട്രിക്കൽ ആയിട്ടുള്ള ഓറിയന്റേഷൻ ആയിരുന്നു. പീനാണെങ്കിൽ 3 എന്തുണ്ടായിരുന്നു? 3 ഡിഫറെന്റ് ഓറിയന്റേഷൻ ഉണ്ടായിരുന്നു. ഡീനാണെങ്കിൽ 5 എണ്ണം അല്ലെ. അപ്പൊ 5 കാര്യങ്ങളും ആയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോ ഈ ഡി ഓർബിറ്റൽസിന്റെ കാര്യവും പഠിച്ചു. ഇനി ഈ ഓരോ ഓർബിറ്റൽസിലും എങ്ങനെയാണ് ഇലക്ട്രോൺസ് വന്ന് ഫില്ല് ചെയ്യുന്നത്? ചുമ്മാ കൊണ്ടൊന്ന് നമുക്ക് ഓരോന്നിനെ ഫില്ല് ചെയ്യിക്കാൻ പറ്റുമോ? എസിൽ എത്ര ഇലക്ട്രോൺ വേണം, പിയിൽ എത്ര ഇലക്ട്രോൺ വേണം, ഡിയിൽ എത്ര ഇലക്ട്രോൺ വേണം എന്നൊക്കെ പറയണ്ടേ. അപ്പോ ഓർബിറ്റൽ ആയതുകൊണ്ട് തന്നെ ഒരു ഓർബിറ്റൽ, ഇപ്പൊ എസ് എന്ന് പറയുന്ന ഓർബിറ്റലില് എത്രത്തിന് നമുക്ക് കൊള്ളിക്കാൻ പറ്റും? നമ്മൾ പറഞ്ഞിരുന്നു മാക്സിമം 2 ഇലക്ട്രോൺസിനെ കൊള്ളിക്കാൻ പറ്റുള്ളൂ. പി ഓർബിറ്റൽസ് തന്നെ പി എക്സ് ഉണ്ട്, വൈ ഉണ്ട്, ഇസഡ് ഉണ്ട്. പി എക്സ്, പി വൈ, പി ഇസഡ്. അപ്പൊ ഓരോ ഓർബിറ്റൽസിലും എന്താ? പി എക്സിലാണെങ്കിൽ 2 എണ്ണം, പി വൈയിൽ 2 എണ്ണം, പി ഇസഡില് 2 എണ്ണം. അപ്പൊ ആകെ മൊത്തം പിയിൽ എത്ര എണ്ണം കൊള്ളിക്കാം? 6 എണ്ണം കൊള്ളിക്കാം അല്ലെ. അതേപോലെ ഡിയിലാണെങ്കിലോ, ഡിയിൽ ആരൊക്കെ ഉണ്ട്? ഡി എക്സ് വൈയില് 2 എണ്ണം കൊള്ളിക്കാം, ഡി എക്സ് ഇസഡിൽ 2 എണ്ണം കൊള്ളിക്കാം, ഇവിടെ 2 എണ്ണം, ഇവിടെ 2 എണ്ണം, ഇവിടെ 2 എണ്ണം. അപ്പൊ ആകെ ടോട്ടൽ എത്ര എണ്ണം കൊള്ളിക്കാം? 10 എണ്ണം കൊള്ളിക്കാം. ഡി ഓർബിറ്റലിൽ നമുക്ക് 10 ഇലക്ട്രോണിനെ കൊള്ളിക്കാം. അപ്പൊ ഇതൊക്കെ ചുമ്മാ കൊള്ളിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടതെന്നുള്ളത് അറിയാൻ വേണ്ടിട്ട് എന്താണ് കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അത് ഏതൊക്കെയാ പ്രിൻസിപ്പിൾസ് നോക്കിയാലോ. നോക്കിക്കേ, ആദ്യത്തെ പ്രിൻസിപ്പിൾ ആണ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. എന്താണ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ? നോക്കിക്കേ, എന്താ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ? നോക്കിക്കേ, നോ 2 electrons in an atom
have the same value for all the 4 quantum numbers. An orbital can have maximum 2 electrons and must be in opposite spin. എന്തായിരുന്നു പറഞ്ഞത്? ഒരു 2 ഇലക്ട്രോൺ, ഒരു ആറ്റത്തിന്റെ അകത്ത് ഒരു ഇലക്ട്രോണിന് തന്നെ എല്ലാ ക്വാണ്ടം നമ്പേഴ്സിന്റെ വാല്യൂസും വരരുതെന്ന്. അതായത് തന്നെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർബിറ്റലില് മാക്സിമം 2 ഇലക്ട്രോണേ പാടുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ഓർബിറ്റലിൽ മാക്സിമം 2 ഇലക്ട്രോണേ പാടുള്ളൂ എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ വെച്ചിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എസ് ഓർബിറ്റലിൽ നമ്മൾ പറഞ്ഞില്ലേ 2 ഇലക്ട്രോണേ പാടുള്ളൂ എന്ന്. അതേപോലെ പി എക്സിലും പി വൈയിലും പി സെഡിലും എന്താണ് റെസ്പെക്റ്റീവ്ലി 2 ഇലക്ട്രോൺസേ പാടുള്ളൂ എന്ന് ഇപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയുള്ളൂ. അത് തന്നെയാണ് നമ്മൾ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളും പറയുന്നത്. എന്താ? ഓർബിറ്റലിന് മാക്സിമം 2 ഇലക്ട്രോണേ പാടുള്ളൂ. അത് എങ്ങനെയായിരിക്കണം? ഓപ്പോസിറ്റ് സ്പിന്നിലായിരിക്കണം. എന്താ? ഒരെണ്ണം പ്ലസ് ഹാഫിലാണെങ്കിൽ അടുത്തത് എന്തായിരിക്കണം? മൈനസ് ഹാഫിലായിരിക്കണം. രണ്ടും ഒരേ സ്പിന്നിൽ വരരുത്. അങ്ങനെ ഒരേ സ്പിന്നിൽ വന്നു കഴിഞ്ഞാൽ അതെന്താ? ഈ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പളിനെ ഡിസൊബേ ചെയ്യുന്നത്. അപ്പൊ ഒരു ഓർബിറ്റലിന് അതിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് റൂൾ എന്താ നോക്കിക്കേ? ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. അപ്പോ ഈ രണ്ടാമത്തെ റൂൾ, നമ്മുടെ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നതിൽ രണ്ടാമത്തെ റൂളാണ് എന്ത്? ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. എന്താണ് ഇത് സ്റ്റേറ്റ് ചെയ്യുന്നത്? പെയറിംഗ് ഓഫ് ആൻ ഇലക്ട്രോൺ. ഒരു ഇലക്ട്രോൺ ഓർബിറ്റലില് പെയറിംഗ് ഓഫ് ഇലക്ട്രോൺ ഡസ് നോട്ട് ടേക്ക് പ്ലേസ് അൺടിൽ ഈച്ച് ഓർബിറ്റൽ ബിലോങ് ടു ദ സെയിം സബ്ഷെൽ ദാറ്റ് ഗോട്ട് 1 ഇലക്ട്രോൺ ഈച്ച്. ഇപ്പൊ നമ്മുടെ എസ് എന്ന് പറയുന്നത്, പി എന്ന് പറയുന്ന സബ്ഷെല്ലില് എത്ര ഇതുണ്ടായിരുന്നു? ഓർബിറ്റൽസ് ഉണ്ടായിരുന്നു. പി എക്സ്, പി വൈ, പി ഇസഡ്. അപ്പൊ ഓരോ ഓർബിറ്റൽസിലും ഓരോ ഇലക്ട്രോൺ കിട്ടിയതിന് ശേഷം മാത്രമേ പെയറിംഗ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പൊ ഓരോ ഓർബിറ്റൽസിലും ഓരോ ഇലക്ട്രോണിനെ കിട്ടി ഓരോ ഓർബിറ്റൽസ് സ്റ്റേബിൾ ആയി കഴിഞ്ഞതിന് മാത്രമേ അടുത്ത ഇലക്ട്രോണിന് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഷെയറിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ആര്? നമ്മുടെ ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. അപ്പൊ 2 റൂള് പഠിച്ചു അല്ലെ? ആദ്യത്തെ റൂൾ എന്തായിരുന്നു? പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ വെച്ചിട്ട് ഒരു ഓർബിറ്റിൽ 2 ഇലക്ട്രോണെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നായിരുന്നു. രണ്ടാമത്തെ റൂളിൽ പറയുന്നത് എന്താണ്? രണ്ടാമത്തെ റൂളിൽ പറയുന്നത് പെയറിംഗ് നടക്കണമെങ്കിൽ ഓരോ ഓർബിറ്റലിലും ഓരോ ഇലക്ട്രോൺ വെച്ച് കിട്ടിയതിന് ശേഷം മാത്രമേ പെയറിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ എന്ന്. അപ്പൊ നെക്സ്റ്റ് എന്താ നോക്കിക്കേ? ഇനി ഓഫ് ബ പ്രിൻസിപ്പിൾ എന്താ നോക്കിക്കേ? ഈ പ്രിൻസിപ്പിൾ വെച്ചിട്ട് എന്താണ്? ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് ആൻ ആറ്റം ഓഫ് എൻ ഇലക്ട്രോൺ വിൽ ഓക്കുപ്പൈ ദ ഓർബിറ്റ് ഓഫ് ലോവസ്റ്റ് എനർജി. അല്ലെ? ലോവസ്റ്റ് എനർജിയിൽ ഓക്കുപ്പൈ ചെയ്തിട്ട് മാത്രമേ ഇലക്ട്രോൺസ് എന്താ ഈ ഹയർ എനർജിയിലേക്ക് പോവുള്ളൂ എന്നാണ് നമ്മുടെ ആര് പറയുന്നത്? ഓഫ് ബ പ്രിൻസിപ്പിൾ പറയുന്നത്. അപ്പൊ ഓഫ് ബ പ്രിൻസിപ്പിൾസ് വെച്ചിട്ട് നമുക്കറിയാം ഇപ്പൊ എസ്, പി, ഡി എന്നൊക്കെ പറഞ്ഞ് പഠിച്ചില്ലായിരുന്നോ? അപ്പൊ നമ്മള് എന്താണ് ലോവസ്റ്റ് എനർജിയിൽ ഫില്ല് ചെയ്തിട്ട്, അതായത് N+L റൂൾ ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ? ഫില്ല് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ നമുക്കറിയാലേ 1s ആണ് ഏറ്റവും ലോവസ്റ്റ് എനർജി ലെവലുള്ള ആളെന്ന് പറയുന്നത്. അപ്പോ 1s ആണ് നമ്മുടെ ഏറ്റവും ലോവസ്റ്റ് എനർജിയിലുള്ളത്. പിന്നെ വരുന്നതാണ് 2s. പിന്നെ വരുന്നത് എന്താ? 3s, 3p. 3p കഴിഞ്ഞിട്ട് 3d ആണോ? അല്ല, 4s കഴിഞ്ഞിട്ടാണ് നമ്മൾ ആര് വരുന്നത്? 3d വരുന്നത് അല്ലേ? അപ്പോ ഏറ്റവും ലോവസ്റ്റ് എനർജിയിൽ നമ്മൾ ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ ഹയറിലേക്ക് പോകാൻ പാടുള്ളൂ. അത് എന്തുകൊണ്ടാണ് നമ്മുടെ 4s ഫില്ല് ചെയ്തിട്ട് 3dയിലേക്ക് പോകുന്നതിന്റെ റീസൺ? എന്തുകൊണ്ടാ 4s ഫില്ല് ചെയ്ത് 3dയിലേക്ക് പോകുന്നതിന്റെ റീസൺ നോക്കിക്കേ? നമുക്ക് N+L റൂൾ പഠിച്ചിട്ടുണ്ടല്ലേ? 4sന്റെ കാര്യത്തിൽ നോക്കിക്കേ, എന്നിന്റെ വാല്യൂ എന്താണ് നമ്മ വരുന്നത്? 4 ആണ് വരുന്നത്. എസിന്റെ വാല്യൂ എന്ന് പറയുന്നത് എല്ലിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ N+L എന്ന് പറയുന്നത് എന്താ? ഈക്വൽ ടു 4 ആണ് വരുന്നത്. അതേപോലെ 3dന്റെ കേസിലാണെങ്കിലോ, 3dന്റെ കേസിൽ എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത് 3ഉം എല്ലിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 2 ആണല്ലേ? ഡി ആണ്. ഡി ആയതുകൊണ്ട് എല്ലിന്റെ വാല്യൂ 2 ആയിരിക്കും. അപ്പോ N+L എന്ന് പറയുന്നത് എന്താണ്? 3+2 which is equal to 5 ആണ് വരുന്നത്. അപ്പൊ നോക്കിക്കേ, N+L എന്ന് പറയുന്നതിൽ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള, അതായത് 4 ഇലക്ട്രോൺസ് ഉള്ള ആള്, അല്ലെങ്കിൽ 4 ആയിട്ട് വരുന്നത് ഏത് ഓർബിറ്റലിനായിരുന്നു? നമ്മുടെ 4s-നായിരുന്നു അല്ലെ? 5 ആയിരുന്നു N+L വാല്യൂ 3dക്ക് വന്നത്. അപ്പൊ ഇതിനകത്ത് ഏറ്റവും ലോവസ്റ്റ് ആളാരാണ്? നമ്മുടെ 4s ആണ്. അപ്പൊ നമ്മുടെ 4s ഫില്ല് ചെയ്തിട്ട് മാത്രമേ നമ്മുടെ 3dയിലേക്ക് പോകാൻ പാടുള്ളൂ. റീസൺ മനസ്സിലായല്ലേ? ഇപ്പൊ N+L വാല്യൂ നമ്മൾ നോക്കിയിട്ട് വേണം അതിനകത്ത് ലോവസ്റ്റ് വരുന്നതിന് മാത്രമേ ലോവസ്റ്റ് എനർജി എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ലോവസ്റ്റ് എനർജിയിൽ ഫില്ല് ചെയ്തിട്ട് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുക? ഹയർ എനർജി ലെവലിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ 4s കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യുന്നത്? 3dയിലേക്ക് പോകുന്നത്. അപ്പൊ നമ്മുടെ ഇലക്ട്രോൺസിനെ എങ്ങനെയൊക്കെയാണ് ഫില്ല് ചെയ്യുന്നത് എന്ന് പറയുന്ന 3 പ്രിൻസിപ്പിൾസ് പറഞ്ഞു അല്ലെ? ഏതൊക്കെയാണ്? പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി, പിന്നെ എന്തായിരുന്നു? ഓഫ് ബ പ്രിൻസിപ്പിൾ. അപ്പൊ ഈ 3 പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ എലമെന്റിന്റെയും ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുന്നത്. അപ്പോ നമുക്ക് എന്താ ഒരു എക്സാമ്പിൾ പറയാം അല്ലെ? രണ്ട് എക്സാമ്പിൾസ് നമുക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. നോക്കിക്കേ, സോഡിയത്തിന് എടുക്കാം അല്ലെ? സോഡിയത്തിന്റെ നമ്പർ എന്താണ്? 11. സോഡിയത്തിന്റെ നമ്പർ എന്താണ്? 11 ആണ് വരുന്നത്. ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണെന്ന് നോക്കിക്കേ. 1s2, 2s2,
2p6 പിന്നെ എത്ര കൂടി വരണം 3s1 ഇപ്പൊ 11 ആയില്ലേ 1s2 2s2 2p6 3s1 വന്നു അല്ലെ. അപ്പൊ നമ്മുടെ സോഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയി. നമുക്ക് അത് എങ്ങനെ ഷെല്ലിൽ റെപ്രസെന്റ് ചെയ്യാം, ഓർബിറ്റൽസിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ നോക്കാം. 1sനാണ് ഇത്. 1sൽ എത്ര പേരുണ്ട്? 2 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലെ. 2 ഇലക്ട്രോൺസ് ഒരെണ്ണം ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ നെക്സ്റ്റ് ഫില്ല് ചെയ്യാം. അപ്പൊ ഓപ്പോസിറ്റ് സ്പിന്നിൽ വേണം കാണിക്കാനായിട്ട്. 2sനാണെങ്കിലോ 2s ആണിത്. 2s ഓർബിറ്റൽസിന് എങ്ങനെ കാണിക്കുന്നേ? 2 ഇലക്ട്രോൺസ് ഉണ്ട്, അതും ഓപ്പോസിറ്റ് സ്പിന്നിലാണ്. 2p6 അപ്പൊ 2p6ന്റെ ആണെങ്കിൽ എന്താ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണല്ലേ. അപ്പൊ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയതുകൊണ്ട് എല്ലാം ഓപ്പോസിറ്റ് സ്പിന്നിൽ നമുക്ക് എന്ത് ചെയ്യാം, അറേഞ്ച് ചെയ്ത് കൊടുക്കാം. 3s1 ആണ്. 3s1ന്റെ കേസിലാണെങ്കിലോ ഒരു ഇലക്ട്രോണേ ഉള്ളൂ, അത് ഒരു ഇലക്ട്രോൺ മാത്രമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ വേക്കൻറ്റ് ചെയ്ത് വെച്ചേക്കാം. അപ്പോ ഇനി വേറെ നോക്കിക്കേ, നമുക്ക് ഏതാ നൈട്രജൻ എടുക്കാം. നൈട്രജന്റെ അറ്റോമിക് നമ്പർ എന്താ? 7 ആണല്ലേ. ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാ? 1s2 2s2 2p3 ആണ് വരുന്നത്. സോറി 2p3 ആണ് വരുന്നത്. ആരുടെ? നമ്മുടെ നൈട്രജന്റെ. അപ്പൊ നൈട്രജന്റെ എങ്ങനെയാണ് ഇലക്ട്രോൺസ് ഓർബിറ്റൽസിൽ ഫില്ല് ചെയ്യുന്ന നോക്കിക്കേ. ഇവിടെ 2 ഇലക്ട്രോൺ ഉണ്ട്. s2sൽ 2 ഇലക്ട്രോൺ ഉണ്ട്. ഇവിടെ 3 എണ്ണേ ഉള്ളൂ. അപ്പൊ ഓരോ ഇലക്ട്രോൺസും ഓരോ ഓർബിറ്റൽസിൽ ഫില്ല് ചെയ്ത് ആദ്യം വെക്കുക. ആദ്യമേ തന്നെ ഇവിടെ 2-3 എണ്ണം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യരുത്, പെയറിങ് സ്റ്റാർട്ട് ചെയ്യരുത്. പെയറിങ് തുടങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം? എല്ലാ ഓർബിറ്റൽസിനും ഓരോ ഇലക്ട്രോൺ വെച്ച് കിട്ടിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, പെയറിങ് സ്റ്റാർട്ട് ചെയ്യാൻ. അത് ഏത് റൂളായിരുന്നു പറഞ്ഞത്? ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. അപ്പൊ അത് ഒബേ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഇതേപോലെ ചെയ്യാൻ. ഇവിടെ അത് കംപ്ലീറ്റ്ലി 6 എണ്ണം ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് പെയർ ചെയ്ത് കൊടുത്തതല്ലേ. ഇവിടെ പെയർ ചെയ്യാനായിട്ട് ആകെ 3 എണ്ണേ ഉള്ളൂ. അപ്പൊ നമ്മൾ അതായത് ഓരോ ഓർബിറ്റൽസിലും ഓരോ ഇലക്ട്രോൺസ് വെച്ച് ഫില്ല് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഇങ്ങനെ ബാക്കി പെയറിങ് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോ നമ്മൾ എങ്ങനെ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത് നോക്കിയത് ഓക്കെ ആണല്ലോ. ഏതൊക്കെ ബേസ് ചെയ്തിട്ടായിരുന്നു, എന്തൊക്കെ പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ടായിരുന്നു? 3 പ്രിൻസിപ്പിൾസ്. പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾസ്, ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി, പിന്നെ എന്താണ് ഓഫ്-ബൈ പ്രിൻസിപ്പിൾ. അപ്പോ ഈ 3 പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്ററിൽ ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ ഇത്രയാണല്ലേ. അറ്റോമിക് മോഡൽസ് എന്താന്ന് പറഞ്ഞു, ഡ്രോബാക്സ്, ലിമിറ്റേഷൻസ്, പിന്നെ മെറിറ്റ്സ് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെന്താണ്, പ്ലാങ്ക്സിന്റെ കോൺസ്റ്റന്റ് വെച്ചിട്ടുള്ള ഇക്വേഷൻസ് നമ്മൾ ഡിറൈവ് ചെയ്തു. പിന്നെ അതേപോലെ ഹൈഡ്രജന്റെ സ്പെക്ട്ര എന്താണ് പറഞ്ഞു, ആ സ്പെക്ട്രൽ ലൈൻസ് ഏതൊക്കെയാണ്, സ്പെക്ട്രൽ സീരീസ് ഏതൊക്കെയാന്ന് പറഞ്ഞു. അത് റിഡ്ബർഗ് കോൺസ്റ്റന്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇക്വേറ്റ് ചെയ്തു, വാല്യൂസ് കണ്ടുപിടിച്ചു. പിന്നെ നമ്മുടെ ഓരോ ഓർബിറ്റൽസ് എത്ര ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാം, ഓരോന്റെ ഷേപ്പ് എങ്ങനെയാണ്, എത്രത്തോളം ഓർബിറ്റൽസ് ഒരു സബ്ഷെല്ലിൽ ഉണ്ട്, എല്ലാം നമ്മൾ പഠിച്ചില്ലേ. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ചാപ്റ്ററിൽ വരുന്ന കാര്യങ്ങൾ. എളുപ്പമാണെന്ന് വിചാരിക്കുന്നു. എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്ത് കാര്യങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, മിസ് പറഞ്ഞു തരുന്നതാണ്. അപ്പോ മിസ് ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ നമ്മുടെ സ്ട്രക്ചർ ഓഫ് ആറ്റം +1 കെമിസ്ട്രിയിലെ ചാപ്റ്റർ 2 ആയ സ്ട്രക്ചർ ഓഫ് ആറ്റം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ദെൻ ബൈ.